എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉടുപ്പിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ബാക്കിലുള്ള ടൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക. ഈ ക്ലോത്തിനെ നമുക്കൊന്ന് നടുമടക്കി കൊടുക്കാം കേട്ടോ. നടുമടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് രണ്ടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പീസിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനെയും ഒന്ന് നടുമടക്കി കൊടുക്കാം. നടുമടക്കിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ 1.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ഈ 2 ലൈനും കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിക്കാം. ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്നിങ്ങനെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് സ്ട്രെയിറ്റിൽ അങ്ങ് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പിൻ കുത്തി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ റയോണിൻ്റെ ക്ലോത്ത് ആയ കാരണം എന്താ പറയുക, തെന്നി നീങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ പിൻ കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് തെന്നി മാറാതെ ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2 എണ്ണം ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് 30 ഇഞ്ചിൻ്റെ അടുത്തുണ്ട്. ഫ്രോക്കൊക്കെ ആകുമ്പോൾ കുറച്ച് നീട്ടം മതി. ഇതിപ്പോൾ വലിയവർക്കുള്ള ഫ്രോക്കിൻ്റെ ബാക്കിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആദ്യം നമ്മൾ ഇവിടെ കുറച്ച് നീളത്തിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് തയ്ക്കാൻ വേണ്ടി തുടങ്ങാം. നമുക്കിതുപോലെ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ആ ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ് ഡിസൈൻസ് ഉണ്ട്, ഹെയർ ബോസ് ഉണ്ട്. കാണാത്തവർ അതുകൂടെ പോയി ഒന്ന് കണ്ടു നോക്കൂ. ഓണത്തിനുള്ള കസവ് ഫ്രോക്കൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴ്ഭാഗം വരെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് രണ്ടാമത്തെ ക്ലോത്തും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അരികുവശം ഇതുപോലെ ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഈ മുകൾ ഭാഗത്ത് ഇതുപോലെ നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പം തിരിച്ചിടുമ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. നമുക്കൊരു ഈർക്കിൾ ഉപയോഗിച്ച് ഇതുപോലെ അങ്ങ് കുത്തി മറിച്ചെടുക്കാം. ഇനി ഈ തുമ്പിൻ്റെ ഭാഗം നമുക്ക് ഇതുപോലെ അങ്ങ് റെഡിയാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗത്ത് 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ വള്ളിയുടെ ലെങ്ത്ത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ.
ഞാനിപ്പോൾ ഇവിടെ 2 ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്